റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വേൾഡ് എക്സ്പ്ലോഷൻ പ്രോഗ്രാമിൽ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഈ പകലത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പകലത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ താൻ എന്തിനാണ് ലോകത്തിലേക്ക് വന്നു എന്ന് വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ യേശു ഉദാഹരണമായി എടുത്ത ഒരു വസ്തു ഗോതമ്പ് മണിയാണ്. താൻ എന്തിന് ലോകത്തിൽ വന്നു എന്ന്, തൻ്റെ ഉദ്ദേശം എന്ത് എന്ന്, താൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, അതിൻ്റെ എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമാക്കത്തക്ക വിധത്തിൽ യേശു കർത്താവ് ഈ വാക്യത്തെ പറയുന്നു. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരത്തെ തകർക്കുവാൻ ഏൽപ്പിക്കും. അതെ, ഈ ഗോതമ്പ് മണിയെപ്പറ്റി ആഴമായി പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ആത്മീയ ചിന്തകൾ ഈ പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു കർഷകൻ തൻ്റെ പാടത്തെ വിളഞ്ഞു നിൽക്കുന്നതായ ഗോതമ്പ് മണികളെ കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ സാധാരണ ഒരു കർഷകൻ ചെയ്യുന്നത് തൻ്റെ പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ പാടത്തിൽ നിന്ന് കിട്ടിയ ധാന്യമണികളെ 3ആയി തിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി, രണ്ടാമത്തെ സെക്കൻഡ് ക്വാളിറ്റി ആൻഡ് തേർഡ് ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ വിളിക്കുന്ന പേരുണ്ട് പതിര്. അകത്ത് നിറമൊന്നുമില്ലാത്ത കതിരിൽ നിന്ന സമയത്ത് പ്രതികൂലങ്ങളാലും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാലും ആ മണികൾക്കകത്ത് നിറവില്ലാത്തത് കൊണ്ട് അതിനെ പതിരെന്ന് പറഞ്ഞ് തീക്കായി നമ്മൾ മാറ്റുന്നു. രണ്ടാമത്തെ ക്വാളിറ്റി ഉണ്ട്, അത് ഫസ്റ്റ് ക്വാളിറ്റി പോലെയല്ല. സാധാരണ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കർഷകൻ തന്റെ പാടത്തിൽ നിന്ന് കൊയ്തെടുത്ത ഗോതമ്പിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റിയാണ് വിത്തായി മാറ്റുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ നിലത്ത് എറിയുന്ന അല്ലെങ്കിൽ വിതയ്ക്കാൻ ഉപയോഗിക്കുന്ന വിത്ത് ഒരിക്കലും തേർഡ് ക്വാളിറ്റിയോ സെക്കൻഡ് ക്വാളിറ്റിയോ അല്ല, ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പ്രാരംഭത്തിൽ തന്നെ ഇത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങളെ ഒരു വിത്തായി കണ്ടിരിക്കുന്നു. 2016 അല്ലെങ്കിൽ 2017 നിങ്ങളുടെ ജീവിതത്തിൽ വരും വർഷങ്ങളിൽ നിങ്ങളെ ദൈവം ഒരു വിത്ത് പോലെ ഉപയോഗിക്കാൻ പോകുന്നു. ഇവിടെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി വിത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ, ഒരു കർഷകൻ കൊയ്തു കൊണ്ടുവരുന്ന ആ ഗോതമ്പ് മണിയെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്വാളിറ്റിയായി മാറ്റിക്കിട്ടാം. ഫസ്റ്റ് ക്വാളിറ്റി താൻ വൃത്തിയാക്കി ചാക്കിനകത്ത് കെട്ടുക. പഴയ കാലങ്ങളിലാണെങ്കിൽ പത്തായത്തിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും കൊയ്തു കൊണ്ടുവരുന്ന ഉടനെ അതിനെ വിതയ്ക്കാറില്ല. അതിനെ വൃത്തിയാക്കി ചാക്കിൽ കെട്ടി തൻ്റെ വീടിന്റെ മൂലയിൽ അതിനെ മാറ്റി വയ്ക്കുമ്പോൾ, അതേ വീട്ടിൽ തന്നോടൊപ്പം നിന്ന് സെക്കൻഡ് ക്വാളിറ്റിയായ വിത്ത് ആഹാര സാധനമായി മേശപ്പുറത്ത് വിളമ്പാൻ നിരത്തി വയ്ക്കുമ്പോൾ, അതേ വീടിന്റെ മൂലയിൽ ഫസ്റ്റ് ക്വാളിറ്റിയായ വിത്ത് മാറ്റി വച്ചിരിക്കുന്നു. ഒരു വേളയിൽ ഈ ദൈവവചനം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ അകത്തുള്ള ദർശനം അല്പം പോലും ചോർത്തിക്കളയാതെ, പ്രതിസന്ധികൾ ഒത്തിരി വന്നിട്ടും ദൈവം തന്ന വെളിപ്പാടിന് അണുവിട വ്യതിചലിക്കാതെ, ദൈവം ഏൽപ്പിച്ച ദർശനത്തെ മുറുകെ പിടിച്ച, പ്രാർത്ഥിച്ചും ഉപവസിച്ചും വിശ്വസ്തയോടുകൂടി നിന്ന ഒന്നാം നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി വിത്തല്ലേ ഇന്ന് പകൽ താങ്കൾ? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല, ദൈവോധനത്തിന് നിൽക്കാഞ്ഞിട്ടല്ല, എന്നെല്ലാം ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ താങ്കൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. എന്നാൽ ഫസ്റ്റ് ക്വാളിറ്റിയായ വിത്ത് മൂലയിൽ ഒതുങ്ങപ്പെടുന്നു. അത് എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. ചിലരൊക്കെ ചിന്തിക്കും, ഇന്ന് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ അവർ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോഴേ എങ്ങനെയായിരുന്നു? അല്ല, അവർക്കും ഈ ഒതുക്കപ്പെടുന്ന മൂലയിലായിരുന്ന ഈ ചാക്കിനകത്തിരുന്ന വിത്ത് പോലുള്ള ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റിയായ വിത്ത് മൂലയിൽ ചാക്കിനകത്ത് നിറച്ചു വയ്ക്കുമ്പോൾ, സെക്കൻഡ് ക്വാളിറ്റി ചിലരുടെ വിശപ്പ് മാറ്റി
ചിലരുടെ മേശപ്പുറങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളായി മാറ്റപ്പെടുമ്പോൾ ചാക്കിനകത്തിരിക്കുന്ന വിത്തിനോടൊന്ന് ചോദിക്കാം, നിങ്ങൾക്ക് പ്രയാസമില്ലേ, ഭാരമില്ലേ? ഇങ്ങനെ വിശുദ്ധിയോടെ അല്ലെങ്കിൽ നിറഞ്ഞവനായി പ്രതികൂല സാഹചര്യങ്ങളിൽ ഒന്നും വിട്ടുകളയാതെ വിശ്വസ്തയോടെ നിന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മൂലയിലിരിക്കുന്നു? സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്, നിറവുള്ള നിങ്ങൾ ഇങ്ങനെ മൂലയിലിരിക്കുന്നതിന് പ്രയാസമില്ലേ? അവർ പറയും, സാധനമില്ല, ഞങ്ങൾ മൂലയിലാണെങ്കിലും ചാക്കിനകത്താണ് ഒരു 10,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000 നിറഞ്ഞ മണികൾ, അതായത് 1-ാം നമ്പർ ഫസ്റ്റ് ക്വാളിറ്റി വിത്ത് ഞങ്ങളോടൊപ്പമുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ചാക്കിനകത്ത് എന്നെ പോലെ ക്വാളിറ്റിയുള്ള ഒരു കൂട്ടം വിത്ത് ഉണ്ട്. എന്നാൽ എന്നും അവിടെ അങ്ങനെ ഇരിക്കില്ല. ചില നാളുകൾ കഴിയുമ്പോൾ യജമാനൻ വന്ന് ഈ ചാക്ക്, നിറഞ്ഞ ചാക്കായ ഈ ഗോതമ്പ് മണികളെ മുഴുവൻ, ഫസ്റ്റ് ക്വാളിറ്റി ഗോതമ്പിനെ മുഴുവൻ എടുത്ത് തോളിൽ വെച്ച പാടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വാളിറ്റിയായ വിത്ത് യജമാനന്റെ തോളിലാണ്. മൂലയിലിരുന്നവൻ അവിടെ നിന്ന് മാറി യജമാനന്റെ തോളിൽ കയറി പാടത്ത് കൊണ്ട് ചെന്ന് വരമ്പിൽ ഇറക്കി വെക്കുമ്പോൾ നമുക്കറിയാം, പാടം ഒരിക്കലും നല്ല വൃത്തിയുള്ള സ്ഥലമല്ല. എറിയപ്പെടുന്ന വിത്ത്, കിളിർക്കുന്ന വിത്ത് ഒരിക്കലും മൊസൈക്ക് തറയിലോ കണ്ണാടിക്കൂട്ടിലോ നല്ല വൃത്തിയുള്ള പ്രതലത്തിലോ അല്ല എറിയുന്നത്. എല്ലാരാലും വെറുക്കപ്പെടുന്ന വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച ഒരു മനുഷ്യനും ഇറങ്ങാൻ അറയ്ക്കുകയും മടിക്കുകയും ചെയ്യുന്ന ആ പാടത്തിലാണ് ഈ നിറഞ്ഞ വിത്തിനെ യജമാനൻ കൊണ്ടുപോയത്. ഈ വരമ്പിലേക്ക് തന്റെ തോളിലിരുന്ന ചാക്ക് കെട്ടി ഇറക്കി വെച്ച യജമാനൻ തന്റെ കരം ഈ ചാക്കിന്റെ കെട്ടഴിച്ചകത്തിൽ നിന്ന് ഒരു പിടി ഗോതമ്പ് വരുമ്പോൾ ആ കൈക്കകത്ത് 5000 മണി ഗോതമ്പുകളില്ല, 500ഉം 1000ഉം 100ഉമില്ല. അതിനകത്ത് 50ഓ 100ഓ ഗോതമ്പ് മണികൾ മാത്രമാകുന്നു. പ്രിയരെ, അതിനകത്ത് നീയുണ്ട്. അതിനകത്ത് വിശുദ്ധിയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള നീ എന്ന ഗോതമ്പ് മണിയുണ്ട്. അപ്പോഴും ഈ ഗോതമ്പ് മണി പറയുന്നൊരു വാക്കുണ്ട്, സാരമില്ല ബ്രദർ, 5000 ഇല്ലെങ്കിലും ഇപ്പോൾ 50 ഉള്ളൂ എങ്കിലും ഇരിക്കുന്നത് യജമാനന്റെ കയ്യിലല്ലേ, അതിനേക്കാളും വലുതെന്തേലും വേണോ? ഒത്തിരി ഉണ്ടായിരുന്നവരെല്ലാം അകന്നു മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഏകാന്തതയിലേക്ക് അടുത്തു വരുന്നെങ്കിൽ ഭാരപ്പെടണ്ട, അവന്റെ കയ്യിലല്ലേ എന്ന് ഈ വിത്ത് പറയും. അതും അധിക സമയങ്ങളില്ല, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ യജമാനൻ തന്റെ കരത്തിൽ ഒതുങ്ങപ്പെട്ട ഈ ഗോതമ്പിനെ വലിച്ച് ഈ ഉഴുതുമറിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഈ പാടത്തിലേക്ക് വലിച്ചെറിയുന്നു. ചെന്നു വീഴുന്ന ഗോതമ്പ് 5000ആയിട്ടല്ല, 500ആയിട്ടല്ല, 50ആയിട്ടല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കായി തൻ എവിടെ വീഴപ്പെടുന്നു ആ വെള്ളത്തിലേക്ക്, ചെളിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എന്ത് വേദന നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കും അത്. ഈ പകലെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതവും ഇന്ന് പകൽ എറിയപ്പെട്ട ഒരു വിത്ത് പോലെയാണ്. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം എറിയപ്പെട്ട ഒരു വിത്ത് പോലെയായിരിക്കാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചു. ദൈവത്തെ എനിക്കറിയാവുന്നതുപോലെ ഞാൻ അവന്റെ സന്നിധിയിലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ആരാലും ഉപേക്ഷിക്കപ്പെടുന്ന, ആരാലും വെറുക്കപ്പെടുന്ന ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്നെ എന്തിനു വലിച്ചെറിഞ്ഞു എന്ന് ഈ ഗോതമ്പ് മണിയെ പോലെ താങ്കളും ചോദിക്കാം. ഉത്തരം ഒന്നേയുള്ളൂ, തകർക്കാനല്ല. എറിയപ്പെട്ട നിങ്ങൾക്കറിയില്ല എന്തിനിതെറിഞ്ഞു എന്ന്. എന്നാൽ എറിഞ്ഞ യജമാനന് നന്നായിട്ടറിയാം നിങ്ങളെ എന്തിന് ആ പ്രതിസന്ധിക്കകത്ത് വലിച്ചെറിഞ്ഞെന്ന്. പ്രിയ ഭക്തന്മാരെ, പ്രിയ അഭിഷിക്തന്മാരെ, നിങ്ങളെ ആ ദേശത്ത് ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. കേവലം ചിലരുടെ വിശപ്പ് മാറ്റി തീരുന്ന ഒരു വിത്ത് ആകാനല്ല നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ചിലരുടെ വിശപ്പ് മാറ്റുന്ന ഒരു സെക്കൻഡ് ക്വാളിറ്റി ധാന്യമാകാനല്ല നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ചിലരെ നിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, അനേകരെ ഉൽപ്പാദിപ്പിക്കുന്ന, വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിത്താകാൻ, ഒന്നുകൂടി ആവർത്തിക്കട്ടെ, അനേക വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിത്താക്കാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ആർക്കുമില്ലാത്ത വേദനയും, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലും, ആർക്കുമില്ലാത്ത പ്രതിസന്ധിക്കകത്ത് വലിച്ചെറിയുന്ന അവസ്ഥയും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഒരു വാക്ക് ഞാൻ ഉറപ്പോടെ പറയാം, ഏത് ദേശത്ത് എവിടെ ഈ യജമാനൻ ഈ വിത്തിനെ എറിഞ്ഞുവോ അവിടെ തന്നെ ആ വിത്ത് കിളിർക്കും. അതെ, കർത്താവ് ഇവിടെ പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ
തനിയെയിരിക്കും. വേദപുസ്തകം ആഴമായി പഠിച്ചാൽ നമുക്കറിയാം, യേശു കർത്താവിനെ പോലെ ക്വാളിറ്റിയുള്ള, ഫസ്റ്റ് ക്വാളിറ്റി എന്ന് എടുത്തു കാണിക്കാവുന്ന മറ്റൊരു വിത്തുകളില്ല. യേശു കർത്താവിനെ പോലെ ക്വാളിറ്റിയുള്ള മറ്റൊരു മനുഷ്യനില്ല. അങ്ങനെയെങ്കിൽ ദൈവപുത്രനായ ക്വാളിറ്റിയുള്ള യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യരായി ഒരു ക്വാളിറ്റിയുള്ള ഒരു വിത്തിനെ ഒരു യജമാനൻ നിലത്തിലേക്ക് വലിച്ചെറിയുന്നത് പോലെ പിതാവായ ദൈവം ക്വാളിറ്റിയുള്ള നിറവുള്ള തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ ലോകത്തിൽ വലിച്ചെറിഞ്ഞ ക്രിസ്തു എന്ന ഗോതമ്പ് കിളിർത്തു. ഇന്നും ആ ഗോതമ്പിൽ നിന്ന് അനേക മണികൾ പുറത്തു വരുന്നു. ആ മണികളിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്. പ്രിയരെ, നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടത് തകർച്ചയ്ക്കല്ല, വേദനയ്ക്കല്ല. 2016 നീ എറിയപ്പെട്ട ഇടത് നിനക്ക് ക്വാളിറ്റി ഉള്ളതെങ്കിൽ 2017 ഒരു കിളിർപ്പ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. നീ എറിയപ്പെട്ട പ്രതിസന്ധിയിൽ ജയത്തോടെ പുറത്തു വരും. മേ ഗോഡ് ബ്ലസ് യു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ വചനം കേൾക്കുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. അവരിന്ന് പകലായിരിക്കുന്ന വേദനകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ ഈ വചനം അവർക്കൊരാശ്വാസമായി കടന്നു ചെല്ലട്ടെ. ഈ പകൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം, നിറവ് വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you. How many times does the believer pray a day? The Muslims pray 5 times a day all their lives as a lifestyle. The Jews pray 3 times a day all their life as a lifestyle. They do it whether they are happy or not, whether they are under attack or not, whether they are blessed or not, whether they are sad or happy. They just do it. It's a lifestyle for total takeover of the world and of our nations. And all we do is to pray 1 or 2 times and think we've made it. No, unless prayer becomes a lifestyle, continuously praying in the morning, praying in the afternoon, praying in the evening, praying in the night, praying at midnight, unless we follow the 4 seasons and the 4 watches of the day and the 4 watches of the night, and praying consistently, when prayer becomes a lifestyle. So you pray whether you feel like praying or not. You pray when you are broke, and you pray when you are blessed, and you pray when you are down, and you pray when you are up, because prayer is a necessity for survival and for the maintenance of daily victory. For the